അപ്പൊ എന്തൊക്കെയാണ്? ഓക്കെ ഓക്കെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ടാ? നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സ്ക്രീന് കൊണ്ടുവരട്ടെ കേട്ടോ. സ്ക്രീന് വന്നില്ലേ? കാണുന്നില്ലേ? ആദം ആണോ ന്യൂ സ്റ്റുഡന്റ്? അല്ലേ? ആദം. മാഷാ അല്ലാ, മാഷാ അല്ലാ. നോക്കി ഒന്ന് പരിചയപ്പെട്ട എല്ലാരും. ഇത് കണ്ടോളി, ആദം ന്യൂ സ്റ്റുഡന്റ്. ആദം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സലാം പറഞ്ഞേ. മുഖത്തൊക്കെ നോക്കൂല. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്യൂല പറഞ്ഞ ആരെന്നോട്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? ഓക്കെ ഓക്കെ ഓക്കെ. ആദമിന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പരിചയപ്പെട്ടോ? സെയിൻ ഉണ്ട്, ഐറിൻ ഉണ്ട്, ഹസൻ ഉണ്ട്. ഐസിന് എവിടെ പോയി? ഒരാളും കൂടി വരുന്നുണ്ട്. അവന് പിന്നെ വീഡിയോ കാണിച്ചിരുന്നോ? കുറച്ചേ കണ്ടുള്ളൂ. ഞാൻ പതുക്കെ ചെയ്യിപ്പിച്ചോളൂ. നാളെയൊക്കെ ആയിട്ട്. ഇന്നലെ പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നപ്പോ ഇവിടെ ഉണ്ടായില്ല. ഓക്കെ 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 ഓക്കെ. അത് സാധാരണ അങ്ങനെ ശരിയായിക്കോളും. ആയിക്കോട്ടെ. എന്താണ്? 13ാമത്തെ പേജാണോ എത്തിയത്? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം മുതൽ നോക്കാം. ആയിക്കോട്ടെ. 7ാമത്തെ പേജ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ വീക്കില് സ്റ്റാർട്ട് ചെയ്തത് 7ാമത്തെ പേജ് മുതലാണ്. 7ാമത്തെ പേജില് എല്ലാരും ശ്രദ്ധിക്കുക. ഹസൻ മറന്നു പോയിട്ടുണ്ടാവും, ഒരാഴ്ചയില്ലേ? അപ്പൊ ബിസ്മില്ലാ. ഹസൻ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. എന്റെ മൈക്ക് ഓഫ് ആയിരുന്നു അല്ലേ? ഓക്കെ, ഇപ്പൊ ശരിയായില്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ ആദ്യത്തെ പേജിൽ എന്താ പഠിച്ചേ? ഓക്കെ, ആദ്യത്തെ പേജിൽ നമ്മൾ റൈറ്റ് ലെഫ്റ്റിലോട്ട് എഴുതാൻ പഠിച്ചു അല്ലേ? അറബി എഴുതുന്നത് എങ്ങനെയാ?
റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് അല്ലേ? ആദ്യം നമ്മൾ എഴുതുന്നത് ഇവിടെ നിങ്ങളുടെ അല്ലായിരുന്നോ? ഇടത് ഭാഗത്തു നിന്നല്ലേ മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതിയേ? ഇപ്പൊ നമ്മൾ എഴുതുന്നത് ഈ വലതു ഭാഗത്തു നിന്ന് ഇടത് ഭാഗത്തോട്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഇതാണ് നമ്മുടെ ബേസ് ലൈൻ. ആദ്യം മൂന്നാമത്തെ ലൈനാണ് നമ്മുടെ ബേസ് ലൈൻ. അത് കഴിഞ്ഞാൽ 1, 2, 3 കഴിഞ്ഞതുണ്ടോ ഈ ബ്ലാക്ക് ലൈൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ എപ്പോഴും ഫുള്ളായിട്ട് എഴുതണ്ട. ഈ മൂന്നാമത്തെ ലൈൻ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ എഴുതിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതിൽ നോക്ക്, ഇപ്പൊ എഴുതണ്ട കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പേജിൽ നമ്മൾ നമ്മള് ചെറിയ ബോട്ട് വരക്കാനാണ് ആദ്യമായിട്ട് പഠിച്ചത്. ഇങ്ങനെ സിംഗിൾ ബോട്ട് ഇങ്ങനെ വരക്കുക. സിംഗിൾ ബോട്ട്, അതായത് തോണി വരക്കുക. നമ്മളിങ്ങനെ വലത്തുനിന്ന് ഇടത് ഭാഗത്തോട്ട് തോണി വരക്കാനാണ് ആദ്യമായിട്ട് പഠിച്ചത്. അപ്പൊ അത് വെച്ചിട്ട് ഇൻഷാല്ല നമ്മൾ അറബിയിൽ ഒരുപാട് അക്ഷരങ്ങൾ പഠിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് തോണി വരക്കാൻ പഠിച്ചത്. ഇതേപോലെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചെയ്യരുത്. അതേപോലെ ഇങ്ങനെ താഴോട്ട് വരാൻ ചെയ്യാൻ. ഇങ്ങനെ ഈ ലൈനിൽ നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശെ വരച്ചിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. നമ്മൾ ഇങ്ങനെയാണ് 7ാമത്തെ പേജിൽ ചെയ്തത്. അത് കഴിഞ്ഞ അടുത്ത ലൈൻ ഇതാണ് കേട്ടോ. ഇതാണ് ഇങ്ങനെ വരുമ്പോൾ 9 ലൈനേ അവർക്ക് എഴുതാണ്ടാവുള്ളൂ. ഇതിൽ ഇങ്ങനെ 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 വൃത്തിയിൽ എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് മാത്രം എഴുതിയേ വേണ്ടു അല്ലേ? അത് മാത്രം മതി. അതാണ് 7ാമത്തെ പേജിൽ റൈറ്റ് ടു ലെഫ്റ്റ് റൈറ്റിംഗ്. അതായത് നമ്മൾ അറബി അക്ഷരം റൈറ്റ് നിന്ന് ലെഫ്റ്റ്, അത് അവർക്കൊന്ന് ശീലമാവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ചെയറിൽ ഇരിക്കണം പറഞ്ഞിട്ടില്ലേ? ചെയർ എവിടെ പോയി നോക്കിയാ? ആദ്യം മുതലൊന്ന് പറഞ്ഞുതരാം. ചെയറിൽ എടുക്കടാ മോനോ. ചെയറിൽ ഇരുന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കെടുക്കാനൊക്കെ തോന്നും. ഇതെന്താണ്? 8ാമത്തെ പേജിൽ റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ്. അതായത് വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തോട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരക്കുക. അത് മായ്ച്ച് കളയാ, വീണ്ടും വരക്കുക. അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയാണ് നമ്മള് ഒന്ന് വരച്ചു, അതിനോട് ചേർന്ന് ഒന്ന് വരച്ചു, അങ്ങനെ അങ്ങനെ ഈ ലൈൻ മൊത്തം നമ്മള് ഇങ്ങനെ വരക്കും. എന്താണ്? റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റ്. നമ്മള് ലോങ് ആയിട്ട് തല മുതൽ ആ തല വരെ, അതായത് വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്തോട്ട് ഇങ്ങനെ വരച്ച് പഠിക്കും. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? നമ്മളിങ്ങനെ തോണി വരച്ച് പഠിക്കണം. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് അറബി അക്ഷരങ്ങൾ പഠിച്ചു. പിന്നെ അടുത്തത് ഇല്ലെങ്കിൽ ഹസൻ, എന്താ പരിപാടി? ഇങ്ങനെ ഇങ്ങനെ വരക്കാട്ടോ. ഇത് വരക്കുമ്പോൾ ഇങ്ങനെ ഈ വരമ്മല മുട്ടിച്ച് ഇങ്ങനെ വരക്കരുത്. അതേപോലെ വരയുടെ താഴെയും പോണ്ട. ഓക്കെ. ഇങ്ങനെ ചെറിയൊരു 1/4 ഭാഗം പൊന്തിയാൽ മതി. ഇങ്ങനെയാണ് അടുത്തത്. ഇനി 9അല്ലേ? മാഷാഅല്ലാ. പിന്നെ ഐറിൻ ഇപ്പൊ ഹോംവർക്ക് മുഴുവൻ പൂർത്തിയാക്കി. വേറെ ആരും അയച്ചില്ലല്ലോ? ഹസനൊന്നും അയച്ചില്ലല്ലോ ഹോംവർക്ക്. പിന്നെ ക്ലോക്ക് വൈസ് കണ്ടിന്യൂസ് റൗണ്ട് റൈറ്റിംഗ് ആണ് അടുത്തത്. അത് 9ാമത്തെ പേജായിരിക്കും. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാല് ആദം, നമ്മുടെ ക്ലോക്ക് ഇല്ലേ, ക്ലോക്ക്, അത് സൂചി കറങ്ങണ കണ്ടിട്ടുണ്ടാ? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയായിരുന്നു മോനെ? ഇല്ലാഞ്ഞിട്ടൊരു ഉഷാറില്ലായിരുന്നു. എവിടെ പോയി? ഞാൻ എവിടെ പോയെന്നല്ല, ഇതൊന്ന് സ്പിന്നിങ് ചെയ്താണ്. അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തും ഇപ്പുറത്ത് പോണേ. ഒന്ന് നീ കറങ്ങാതെ ശരിക്കും ഇങ്ങോട്ട് നോക്കിയിരിക്ക്. ഇങ്ങോട്ട് നോക്കിയിരിക്കട്ടാ. ആണ് എല്ലാ ബാധ്യതയും ഐസിന്റെ ചുമതലയില്ല. അവൻ ബിസിയാണ്. എന്നിട്ട് നോക്കട്ടാ.
നമ്മൾ ആദ്യം മുതൽ ഒന്ന് റിവിഷൻ ചെയ്യണം. അപ്പൊ ഇങ്ങനെയല്ലേ മോനെ ആദം? ഇതാണ് 12 ക്ലോക്കിൽ സൂചി എങ്ങനെയാ കറങ്ങാ? നമ്മളെ വാച്ചിലെ സൂചിയൊക്കെ 12 നിന്ന് 3 വരും. എന്നിട്ട് 3 നിന്ന് 6 അതിന്റെ ഇടയിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ 2 ഉണ്ടാവും, ഇവിടെ എന്താ ഉണ്ടാവുക? 4 ഉണ്ടാവും, ഇവിടെ 5 ഉണ്ടാവും അല്ലേ? എന്നിട്ട് 6 7 8 9 പിന്നെ 10 11 12 ഇങ്ങനെയല്ലേ? ഇതുപോലെ ചില അക്ഷരങ്ങൾ ഉണ്ടാവും അറബിയില്. 12 അതല്ല ഓക്കെ, 3 6 7 8 ഭയങ്കര 10 വലുതാണ്. പക്ഷെ ഇങ്ങനെയാണ് പക്ഷെ ഉണ്ടാവുക. ബാക്കി 10 11 1 2 4 5 8 7 ഒക്കെ ടൈനിയാണ്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഉണ്ടാവുക. ഓർഡറിന്റെ കുറച്ചുകൂടി സ്മോൾ ആണ്. ഓക്കെ ഓക്കെ, ഇനി ഞാൻ പറയുന്നത് കേക്കട്ടാ. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് അറബിയിലും അക്ഷരങ്ങളുണ്ട്. അപ്പൊ നമ്മള് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മള് ക്ലോക്കിൽ സൂചി കറങ്ങുന്ന പോലെ ഒന്ന് എഴുതി നോക്കാം. അത് എഴുതുമ്പോൾ ഈ 3ാമത്തെ ലൈനിൽ മേലെന്ന് ലൈന് തുടങ്ങണം. ഈ ലൈന് ഫുള്ളായിട്ട് ഉപയോഗിക്കണം കേട്ടോ. ഈ മേലത്തെ ലൈനും 3ാമത്തെ ലൈനും ഇത് കണ്ടോ? 12 നിന്ന് 3 3 നിന്ന് 6 6 നിന്ന് 9 9 വീണ്ടും 12 എന്നിട്ട് അതിന്റെ റൗണ്ട് നടുവിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് വരിക, വീണ്ടും റൗണ്ടില്. ഓക്കെ, വീണ്ടും പുറത്തോട്ട് വരിക, വീണ്ടും റൗണ്ടില്, പിന്നെ പുറത്തോട്ട് വരിക, വീണ്ടും 9 12 ഇങ്ങനെ പോയിട്ട് വീണ്ടും 3 ഇങ്ങനെ വന്നു. അങ്ങനെ ഇങ്ങനെയാണ്. ഇനി വീഡിയോ നോക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. ഇങ്ങനെയാണ് അടുത്തത് എഴുതുന്നത്. ഇതെന്താണ്? ക്ലോക്ക് വൈസ്, കണ്ടിന്യൂസ്, ലോങ്, റൈറ്റ്. ഇങ്ങനെ എഴുതുക. ഇതിങ്ങനെ അത് ഈ തലവരെ എഴുതുക കേട്ടോ. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് അറബിയിൽ ഇങ്ങനത്തെ അക്ഷരങ്ങൾ വരുമ്പോൾ എഴുതാൻ എളുപ്പമായിരിക്കും. അതും അടുത്ത ലൈൻ എഴുതേണ്ടത് ഇവിടെ തന്നെയാണ്. ഇങ്ങനെ. ഓക്കെ, റൗണ്ടിൽ അതിങ്ങനെ ഓർത്താൽ മതി. 12 നിന്ന് 3 അങ്ങനെ വന്നു. ഇത് റൗണ്ടിൽ ഇങ്ങനെ, ഇത് റൗണ്ട് ആയിട്ടാട്ടോ എഴുതേണ്ടത്. ഇങ്ങനെ കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മള് ഇതൊക്കെ കുറേശ്ശെ എഴുതിയിട്ട് അയച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത പേജ് 10ാമത്തെ പേജിൽ റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ഓവൽ ഷേപ്പ്. അത് ഓവൽ ഷേപ്പ് വരച്ച് പഠിക്കാണ്. ഓവൽ ഷേപ്പിൽ അറബിയിൽ കുറച്ച് അക്ഷരങ്ങൾ വരുന്നുണ്ട്. അതൊരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവൽ ഷേപ്പാണ് ഈ 10ാമത്തെ പേജിൽ പഠിച്ചത്. ഇത് ഈ വരിന്റെ ഒരു അര ഭാഗം വരെയൊക്കെ എടുക്കുക. എന്നിട്ട് പുറത്തോട്ട് വാല് വേണം കേട്ടോ. ഓവൽ ഷേപ്പിന് ഇങ്ങോട്ട് പുറത്തോട്ടൊരു വാലുണ്ട്. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ അക്ഷരത്തിലോട്ട് പോകുമ്പോൾ അവർക്കത് എളുപ്പമായി. ഓക്കെ, ഇതെന്താണ്? റൈറ്റ് ലെഫ്റ്റ്. നമ്മൾ അറബി എഴുതുമ്പോൾ എപ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എഴുതുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓവൽ ഷേപ്പുകൾ വരക്കുക. എന്നോടാണോ? ഹോംവർക്ക് എഴുതിയവരൊക്കെ അയച്ചു തരാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഐറിൻ മാത്രമേ ഉള്ളൂ അയച്ചു തന്നിട്ട്. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഗ്രൂപ്പിലാണോ അയക്കേണ്ടതല്ല? അല്ല, പേഴ്സണലിൽ അയച്ചോളി. ഗ്രൂപ്പിലാവുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് ഒരു ശല്യമാവും. അപ്പൊ പേഴ്സണലി ക്ലിയർ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഇതാക്കാം. ഓക്കെ, അടുത്ത ലൈൻ ഇതാണ്. എന്താ ഐറിൻ കുട്ടി ചിരിക്കണു? അവള് ക്ലാസ് കഴിയുന്നവരെ ഇവിടേക്ക് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. മാഷാ അല്ലാ, ബറക്കല്ലാ. അവളെല്ലാ വർക്കും ഒന്ന് അയച്ചു തന്നുട്ടാ. എല്ലാരും വേഗം അയച്ചു തരണേ. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത വരി.
ഇനി അടുത്തത് എന്താ? 11ാമത്തെ പേജിലാ. അപ്പൊ നമ്മൾ അക്ഷരത്തിലോട്ട് പോയി. മക്കളെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? ലാസ്റ്റ് ദിവസം 3 അക്ഷരം നമ്മൾ പഠിച്ചില്ലേ അല്ലേ? അപ്പൊ അത് നമുക്ക് ഇതിലോട്ട് വരണ്ട, നമുക്ക് ഈ പേജിൽ തന്നെ ഇരുന്ന് പഠിക്കാം കേട്ടോ. ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ അക്ഷരം എഴുതട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നവർ അക്ഷരം പറഞ്ഞു തരുന്ന കേട്ടോ. ഞാൻ എഴുതുന്നത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ 3 അക്ഷരം പഠിച്ചു. പക്ഷെ ഇതൊരു ബുദ്ധിമുട്ടില്ല. ഹസൻ എന്തെങ്കിലും കുമ്പിട്ടിരിക്കുക? കഴുത്ത് വേദനാവൂലേ? ഒരു ടേബിളും ചെയറും ഇട്ടിരുന്നാ മതി, അപ്പൊ സുഖമായിട്ടിരിക്കാം. പിന്നെ അപ്പോ ഞാന് എഴുതട്ടെ, അത് വായിക്കണം കേട്ടോ. ഐറിൻ, എന്താ ഞാൻ എഴുതുന്ന വായിക്കണേ. നമ്മൾ ഷേപ്പുകളൊക്കെ വരച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത്? എന്നിട്ട് നമ്മള് ഒരു സിംഗിൾ ബോട്ട് വരച്ചു അല്ലേ? സിംഗിൾ ബോട്ട് വരച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു കുത്തിട്ടു, ഒരു സിംഗിൾ ഡോട്ട് ഇട്ടു. അതും ഇപ്പൊ എഴുതണ്ട, അപ്പൊ ഞാൻ എന്താ പറയണെന്ന് നോക്കിയാൽ മതി. എന്നിട്ട് അതിന്റെ മുകളിൽ ഇത്തിരി ചെരിഞ്ഞിട്ടൊരു വര ഇട്ടു. ഇപ്പൊ എന്താ നമ്മൾ വായിച്ചേ? വാ, മാഷാഅല്ലാ മാഷാഅല്ലാ, മബ്റൂക്ക്. അപ്പൊ എന്താണ് ഐസിൻ? വാ മറന്നാ? മറന്നിട്ടില്ല. എന്നാ പറയേ. നമ്മള് ബാ പഠിച്ചില്ലേ? ഇതെന്താണ്? ബാ എങ്ങനെ എഴുതിയേ? നമ്മൾ ഒരു തോണി വരച്ചു, അതിന്റെ അടിയിലൊരു കുത്തിട്ടു, മേലെ ചെരിഞ്ഞിട്ട് വരച്ചു. വര വരക്കുമ്പോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണ്ട, ഇങ്ങനെയും വേണ്ട കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരച്ചാ മതി. പിന്നെ അപ്പൊ ഇതെന്താ വായിക്ക? ബാ. ഓക്കെ, അപ്പൊ ഇനി എപ്പോഴും ആ തോണി വരച്ചിട്ട് തോണിന്റെ അതിന്റെ ബോട്ടമില് ഒരു സിംഗിൾ ഡോട്ട് അല്ലേ? അതിന്റെ മേലെ ഇതിനെന്താ നമ്മൾ പറഞ്ഞെന്നേ മലയാളത്തിൽ? ഫത്ഹ എന്നൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുമ്പോ നമ്മൾ എന്താ പറഞ്ഞേ? അകാരം അല്ലേ? എന്നുള്ള ശബ്ദം വരും, എന്നുള്ള സ്വരം വരും, ശബ്ദം വരും. അതാണ് അകാരം. മുകളിൽ ഇട്ടാൽ എപ്പോഴും അകാരം. അപ്പൊ ബാ വായിക്കൂട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിന് താഴെ ഇട്ട് കൊടുത്തോ? നമ്മളൊരു സിംഗിൾ ബോട്ട് വരച്ചു, അതിന്റെ ബോട്ടമിൽ ഒരു ഡോട്ട് ഇട്ടു, അതിന്റെ ബോട്ടമിൽ തന്നെയാണ് ഈ ഇട്ടു. അപ്പൊ എന്താ അതിന് പറഞ്ഞത്? ഇകാരം. ഇകാരത്തിന്റെ അടയാളം ഇട്ടപ്പോ ഇ, അപ്പൊ ബി അല്ലേ? ബ ബി. ഇതല്ലേ നമ്മൾ പഠിച്ചേ? ഇത് പഠിച്ചോ? ബ ബി. അടിയിലിട്ടപ്പോ നമ്മള് ബി വെച്ചു. എപ്പോഴും ശ്രദ്ധിക്ക, ഒരൊറ്റ ഡോട്ടേ ഉള്ളൂ, അതും അതിന്റെ ബോട്ടമില്. ബോട്ടമിലാണ് അതിട്ടത് നമ്മള്. ബൂ എങ്ങനെ എഴുതാൻ പഠിച്ചേ? അടിയിൽ ഡോട്ട് ഇട്ടു, മുകളിൽ ഇങ്ങനെ വളഞ്ഞിട്ട് അല്ലേ? കർവ്ഡ് സിമ്പിൾ അതിൽ നമ്മളിട്ടെ. അതിനെന്താ പറഞ്ഞേ? ഉകാരം. എന്താ പറഞ്ഞേ? വായിച്ചത് എന്താ? ബൂ ബൂ. ഉകാരം ഇട്ടപ്പോ ഊ വായിച്ചില്ലേ? അപ്പൊ ബൂ. എന്താണ് ഇത്? നമ്മളിത് എന്താന്നൊക്കെ പിന്നീട് പഠിക്കും. ഇപ്പൊ നമ്മള് ബോട്ട് പഠിച്ചപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അതേപോലെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയത്, ഇത്തിരി വളവുണ്ടെങ്കിൽ അത് ഊ എന്നുള്ള ഉച്ചാരണം വരും. അപ്പൊ ബൂ വായിച്ചു അല്ലേ? ഇന്ന് വായിച്ചത് എന്താ? ഇതെന്താണ്? ഇത് ദാ ബ. 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 മാഷാഅല്ലാ. ഇതോ? ഇതോ? ഐസിൻ, ഐസിൻ, ഇത് വായിച്ചേ. എന്താ? വായിക്ക്. ഇത് ബാബീബി ഒന്നുമല്ല. ഇതെന്താ? ഇത് മാത്രം താഴെ ഡോട്ടും മേലെ വരയും. അത് മൂന്നും ബാ. ഇതോ?
ബി ബി ബി. അതെന്തുകൊണ്ടാ ബി വായിച്ചേ? അതിന്റെ അടിയിലാണ് വര വന്നത്. ഹസൻ, അതാ ഞാൻ പറഞ്ഞേ ചെയറിൽ ഇരിക്കണം എന്ന്. എണീറ്റിരുന്ന ശരിക്ക്. ഇതെന്താണ് ഐസിൻ? ബു 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 ബു. ഓക്കെ. ഇനി ഹസൻ വായിച്ചേ. ബു 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 കേട്ടില്ല. ബു 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 എന്നല്ല. ഇതെന്താ മേലെ വരട്ടാൽ എന്താ വായിക്ക? ബ ബ ബ ആ ബാ ബാ ബാ. ഇതോ? ബി 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 ബു ബു ഓരോന്ന് വായിക്ക്. അപ്പൊ ബ ബി ബു. ആ ആദമിന് മനസ്സിലായോ എഴുതിയത്? ഇതെന്താ വായിക്ക? വായിച്ചേ. ആദമിന് നാളെ സ്കൂളിൽ പരീക്ഷയാണ്, അതാണ് ആൾക്കൊരു ടെൻഷൻ. ഇതിപ്പോ കഴിയൂട്ടോ. ഇതെന്താണ്? ബ ബ പറഞ്ഞേ ആദം. എന്ത് ബി ബി വെച്ചിട്ട്? ആ എന്താണ് എന്താ പറഞ്ഞേ? അങ്ങനെ ഓൺലൈനിൽ അങ്ങനെ ഇരുന്നിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈം ഇരിക്കുന്നത്. ശരിയായിക്കോളും. അവനെക്കാളും പിന്നെ അടി പിടിച്ചവരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അത് ശരിയായിക്കോളും ഇൻഷാല്ലാ. ഓക്കെ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പരിചയപ്പെട്ടാൽ മതി. ഇത് ഐസീനാണ്. ഇത് ഐസീൻ. ഇവിടെ ഹസൻ ഇരിക്കുന്നു, ഇവിടെ ഐറിൻ ഇരിക്കുന്നു. അപ്പൊ ബി 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 എന്ന് പറഞ്ഞാൽ എന്താ? ബിസ്മില്ല എന്നൊക്കെ പറയില്ല. അതല്ല, അതാണ് ഇത് എഴുതിയിട്ടില്ല കേട്ടോ. ബി. ഇത് ബോ. ഇനി അടുത്ത അക്ഷരം നമ്മൾ എന്താ പഠിച്ചേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതൊക്കെ എഴുതി പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ബി. ബി പഠിച്ച എന്തിനു വേണ്ടിട്ടാ? ബിസ്മില്ല. വീണ്ടും ഞാൻ അതേപോലെ ഒരു ബോട്ട് വരച്ചു. ഓക്കെ. ഹസൻ ശരിക്കിരിക്കണേ. ഓക്കെ. ഇതല്ല. ഓക്കെ. ഇനി നമ്മള് ബാന്റെ കുത്തടിയിലല്ലേ ഇട്ടത്? അപ്പൊ ഇനി അതിന്റെ തോണിയുടെ മുകളിലായിട്ട് നമ്മൾ 2 ഡോട്ട് ഇട്ടു, 2 കുത്തിട്ടു. എന്നിട്ട് അതിന്റെ മുകളില് ഒരു ചെരിഞ്ഞ ആകാരത്തിന്റെ അടയാളം കൊടുത്തു. അപ്പൊ നമ്മൾ എന്താ വായിച്ചേ ഐറിൻ? താ. മാഷാ അല്ലാഹ്. താ. ഹസന്റെ ഉപ്പാക്കൊന്ന് വിളിക്കട്ടെ ഞാൻ. ഹസൻ കിടന്നുറങ്ങാൻ തോന്നുന്നു. ശരിക്കിരിക്കും. ഇതെന്താ വായിച്ചപ്പോ? ഒന്നുമില്ല. താ എല്ലായിടത്തും മുകളിലാണ് വര. മുകളിൽ വരട്ടാല് എപ്പോഴും താ. താത്തൂത്തി ഏറ്റില്ല. ഇനി തീ എഴുതി പഠിക്കണം. തീ എങ്ങനെ വായിക്കാം? മുകളിൽ 2 ഡോട്ട്, അടിയിൽ വര കൊടുത്താല് തീ വരും. ഓക്കെ. മുകളില് ഇനി മറക്കരുത് കേട്ടോ. ഇനി ഒരുമിച്ച് അക്ഷരങ്ങൾ പഠിക്കുമ്പോ ഇത് ഓർക്കണം കേട്ടോ. തീ. ഇനി തൂ എങ്ങനെ എഴുതുക? തൂ. ഓക്കെ. തൂ എഴുതുമ്പോ അത് അങ്ങനെ പറഞ്ഞിട്ട് ഊ എന്നുള്ള ഉകാരത്തിന്റെ അടയാളം ഇട്ടു. അപ്പൊ ബാന്റെ ഡോട്ട് എവിടെയാണ്? ഓൺ ദ ബോട്ടം. ബോട്ടമിലാണ്. ഇവിടെ ടോപ്പ്. ഓക്കെ. അപ്പൊ എന്താ പഠിച്ചേ? താ പഠിച്ചു, തീ പഠിച്ചു, തൂ. താ തീ തൂ. ഓക്കെ. ഹസൻ ഇവിടെ ഇല്ലേ? എന്താ മമ്മ എവിടെ പോയി? എന്റെ ഉമ്മ എവിടെ പോയി? നോക്ക്. ആദമും ഐറിനും മറ്റേ ഐസിനൊക്കെ ഉഷാറായിട്ട് ഇരിക്കണം. ഈ ശരിക്കിരുന്ന. ഇനി നമുക്ക് അടുത്ത അക്ഷരം പഠിക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബാ പഠിച്ചു, നമ്മൾ താ പഠിച്ചു. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് ത. ഇതേപോലെ ഒരു തോണി വരച്ചു. അതിന്റെ മുകളിൽ 1, 2, അതിന്റെ തൊട്ട് മേലെയായിട്ട് ഒരു പുള്ളിയും കൂടി ഇട്ടു. 3 പുള്ളി ഇട്ടു. എന്നിട്ട് അകാരത്തിന്റെ അടയാളിട്ട്. ഇപ്പൊ എന്താ വായിച്ചേ? സ അല്ലെ? സ എങ്ങനെ പറയാൻ പറഞ്ഞ ഐസീൻ?
സാ പറഞ്ഞേ. So. സാ സാ പറയുമ്പോൾ നമ്മുടെ മുൻഭാഗത്തെ പല്ലിന്റെ ഇടവിലൂടെ ഈ നാവിന്റെ തലപ്പ് ഉണ്ടാവും. സ സ സ ആ നമ്മളെ നാവിന്റെ അറ്റത്ത് മുകൾ ഭാഗത്ത് പല്ല് തട്ടുട്ടാ. അപ്പൊ എന്താ എയറൊക്കെ പുറത്ത്. ഇപ്പൊ നമ്മളൊരു കടലാസ് കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ സ പറയുമ്പോ അത് എയർ ഒന്ന് പുറത്തോട്ട് പോകും, പാറിപ്പോവും. അപ്പൊ സ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. സ സ എന്നല്ല സ സ. ഞാൻ പറയുമ്പോ കേൾക്കുന്നില്ല? സ നാവിന്റെ തുമ്പ് സ അങ്ങനെയാണ് കേട്ടോ. അതിന്റെ മഖ്റജ് ഇപ്പൊ തന്നെ പഠിപ്പിക്കുക. സ അതിന്റെ ഡോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കണേ. സ സി സു. ഓക്കെ ഓക്കെ, നമുക്കൊന്നാ ഒന്നും കൂടി എഴുതാം. സ സി. നമ്മള് ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. ഞാൻ ഒന്ന് റിവിഷൻ ചെയ്തതാണ്. പുതിയ ഫ്രണ്ട് വന്നപ്പോ അവന് വേണ്ടി ഒന്ന് റിവിഷൻ ചെയ്യാം. അല്ലെങ്കിൽ എന്നും നമ്മൾ റിവിഷൻ ചെയ്യാറുണ്ടല്ലോ അതിന് വേണ്ടിട്ട് കേട്ടോ. അപ്പൊ സ സി സു ഒന്ന് പറഞ്ഞേ. ഓ ഓക്കെ. ഇനി ഞാനിതൊക്കെ ഒരുമിച്ച് ഒന്ന് എഴുതി തരാം. അപ്പൊ നിങ്ങൾ വായിക്കണം കേട്ടോ. ഞാൻ എന്താ എഴുതണ വായിക്ക്. ഹസൻ ഹസൻ ഹസൻ. കേൾക്കുന്നില്ല? ഹസൻ ഞാൻ ഹസൻ ഞാൻ എഴുതിയത് വായിച്ചേ. വായിക്ക്. ആ ബി ആ ബു. മാഷാ അല്ലാ, മബ്രൂക്ക്. ശരി, വെറുതെ അല്ലേ ഈ അവിടെ കളിക്കണല്ലേ? ഇതോ തൂ എവിടെ? എവിടെ തൂ? തീ എവിടെ? തീ എഴുതിയിട്ടില്ലല്ലോ. ഇപ്പം തൂ. തീയായി. തു. ഇതോ സ സു സു സ സി സ സി സു. സു. ഇതിനി എവിടെ കണ്ടാലും മറക്കരുത് കേട്ടാ. ഓക്കെ, ഇതിനി എല്ലാരും ഒന്ന് ആദ്യം ഒന്ന് വായിച്ചേ. അപ്പൊ രണ്ട് ആദം നമ്മുടെ ക്ലാസ്സിൽ ബ ബി ബു അങ്ങനെ വായിക്കണം. ശരിക്കും എങ്ങനെ വായിക്കണ്ടേ അറിയോ? ഒരു തോണി വരച്ചു, അതിന്റെ അടിയിൽ ഒരു കുത്തിട്ടു, മേലെ വരട്ടു, അപ്പൊ ബ അങ്ങനെ വായിക്കണം. അപ്പൊ നമ്മൾ ഇനി ഖുർആൻ തുറന്ന് വെച്ച് ഇത് എവിടെ കണ്ടാലും നമുക്ക് മനസ്സിലാവും. ബാന്റെ ഡോട്ട് എപ്പോഴും താഴെയാണെന്നും ബാന്റെ അടയാളം എന്ന് അതിന്റെ അടിയിൽ അതിന്റെ ബോട്ടമിൽ ഒരു കുത്തിട, ഒരു ഡോട്ട് ഇട. താന്റെ അടയാളം എന്താണ്? അതിന്റെ ടോപ്പിൽ 2 കുത്തിട. ഓക്കെ. സാക്ക് അതിന്റെ മുകളില് 3 കുത്ത്. അങ്ങനെയാണ് കേട്ടോ. ഇനി ഇതൊന്ന് വായിച്ചേ. ബ ബി ബു. മാഷാ അല്ലാ. ഓക്കെ. സി സു. മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്കും. ഇനി നമുക്ക് ഒരക്ഷരം കൂടി പഠിക്കല്ലേ? ഇതുവരെ കഴിഞ്ഞ വീക്കിൽ പഠിച്ചതാണ് കേട്ടോ. ഇനി ഞാൻ ഒരക്ഷരം കൂടി പഠിക്കാം. അത് ഇതുപോലെ അല്ല കേട്ടോ. ഇത് നമ്മൾ കുറച്ച് ലോങ് ആയിട്ട്, ഇതൊക്കെ ഇത്തിരി നീണ്ടിട്ടല്ലേ നമ്മൾ വരച്ചത്. അത് നമ്മളൊരിത്തിരി, അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? അതിന് ഒരു കുഞ്ഞി വയറുണ്ട്, സ്റ്റൊമക്ക് ഉണ്ടെന്ന് പറയാം, ചെരിച്ചിട്ട് കണ്ടോ ഒരിത്തിരി. മറ്റേത് നമ്മൾ നേരെ വരച്ചില്ലേ? ഇത് ഇയാളിനെ കുറച്ച് താഴോട്ട്. ഇത് എന്താ വായിക്കറിയോ? അതിന്റെ മുകളിൽ ഒരു ഡോട്ട് ഉണ്ട് കേട്ടോ. ബാക്ക് താഴെയല്ലേ, ഇതിന് മുകളിലാണ്. നാ എന്താ? നാ. ഓക്കെ. ഇതൊക്കെ മാറ്റിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, നമുക്ക് നാ പഠിക്കാം. നാ എങ്ങനെ? ഇത്തിരി താഴോട്ടാണ് കേട്ടോ, ഇങ്ങനെ. എന്നിട്ട് അതിന്റെ പ്രത്യേകത എന്താ? അതിനൊരു കുഞ്ഞി സ്റ്റോമക്ക് ഉണ്ട് കേട്ടോ. ഉണ്ടാവും, ഒരു റൗണ്ടിലാണ് അത് എഴുതുന്നത്. ഇത് ഒറ്റക്ക് എഴുതുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എഴുതുക കേട്ടോ. ഒരുമിച്ച് എഴുതുമ്പോൾ ഇങ്ങനെയല്ല,
സദാ പോലെ തന്നെ എഴുതാം. ന, നീ. ഇത്തിരി ചെരിവിലാണ് അത് എഴുതുന്നത്. നു. എന്താണ്? ന. ഒരുമിച്ച് എഴുതുമ്പോൾ മറ്റേത് എഴുതുന്ന പോലെ തന്നെ എഴുതാം. ഒറ്റക്ക് എഴുതുമ്പോൾ ഇത്തിരി താഴോട്ടാണ് അതിൻ്റെ വയർ നിൽക്കുന്നത്. ന, നീ, നു. ന, നീ, നു. ഫാത്തിഹ ഓതാൻ പഠിച്ചവരുണ്ടോ അതില്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി. പഠിച്ചാ ഐറി? ആ മാഷാ അല്ലാഹ്, ഒന്ന് ചൊല്ലിക്കേ. من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മബ്രൂക്ക്, ബറക്കല്ലാഹു ഫീക്ക്. അപ്പൊ അതിപ്പോ രണ്ടാളും ഓതി. ഒന്ന് ഐറിനും ഒന്ന് മുഹമ്മദ് മിസ്ബാഹ് അല്ലേ? മുഹമ്മദ് മിസ്ബാഹ് പുതിയ ആളാണല്ലോ. ആളിവിടെ ഉള്ളത് പറയണ്ടെന്നാ. മുഹമ്മദ് മിസ്ബാഹ്, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്. ഓക്കെ. അപ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി, നീ അല്ലേ? ആ നീ ആണ് ഇരിക്കുന്നത് കേട്ടോ. ഇതാ ഇരിക്കുന്നത് എന്താണ്? മിനശ് ശൈത്വാനി എന്ന് പറഞ്ഞപ്പോഴുള്ള നീ ആണ് കേട്ടോ. ഓക്കെ. അതേപോലെ ഇയ്യാക നഅ്ബുദു, നഅ്ബുദു, ആ നാണ് ഇവിടെ അല്ലേ? നമ്മൾ ഖുർആൻ വായിക്കാൻ വേണ്ടിയിട്ടല്ലേ അറബി പഠിക്കുന്നത്. അപ്പൊ അതിൽ ഓരോ അക്ഷരങ്ങളുമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ അത് ഓർമ്മ വേണേ പഠിക്കുമ്പോൾ. അപ്പൊ നമ്മൾ ഖുർആൻ എടുത്ത് നോക്കണം. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ അതിൽ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അപ്പൊ നമ്മള് പുതിയൊരു അക്ഷരം കൂടി പഠിക്കണം. അതിന്റെ ഡോട്ട് എപ്പോഴും മുകളിലാണ്. മുകളിൽ ഡോട്ട് കണ്ടാൽ, ഒരു ഡോട്ട് കണ്ടാൽ എപ്പോഴും നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഐസിന് എവിടെ പോയിരുന്നു? ഐസിനല്ല, എന്താണ്? സെയിൻ. സെയിൻ ഒന്ന് മുങ്ങി അതിന്റെ ഇടക്ക്. നീ, നു. എന്താണ്? നാ, നീ, നു. ഓക്കെ. അക്ഷരം പടിഞ്ഞില്ലേ? ഓക്കെ. അടുത്തത് എഴുതേണ്ടത് ഈ ലൈനിലാണ് കേട്ടോ. നാ, നീ, നു. ഓക്കെ. ഇനി നിങ്ങള് അടുത്ത ഇതല്ല, ഇത് കഴിഞ്ഞതാ. ഈ പേജ് ഇതാ 12ാമത്തെ പേജ്. ഇവിടെ നിങ്ങൾ എഴുതി പഠിച്ചത് 12ാമത്തെ പേജിൽ ഇവിടെ എഴുതിയിരുന്നു നിങ്ങള് കഴിഞ്ഞ ആഴ്ചയില്. എഴുതിയാ സെയിൻ? ഇത് എഴുതിയിരുന്നാ? എഴുതിയിരുന്ന നിങ്ങള് കഴിഞ്ഞ ഇതില്? എഴുതിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് എഴുതിയിട്ടില്ല. ഓക്കെ, എന്നാ എഴുതിക്കോ. മിസ്ബാഹാണോ പറയുന്നത്? അതെ മാം. ആ, മിസ്ബാഹ് പിന്നെ ക്ലാസ് കേട്ടിരുന്നതിന് മുമ്പത്തെ? ഇല്ല. ഓക്കെ. ഇപ്പൊ എപ്പോഴാ ജോയിൻ ആയ? 7:00 ജോയിൻ ആയിരുന്നോ? മാം ഞാനിപ്പോ ജോയിൻ ആയിട്ടുള്ളൂ. ഓക്കെ. പക്ഷെ ഇതിന്റെ ഈ ക്ലാസ്സിന്റെ ഫസ്റ്റിൽ ഞാൻ ആദ്യം മുതൽ എടുത്തു. ഇന്ന് നമുക്ക് വേറെ സ്റ്റുഡന്റ് ഇതാ ആദം, അവന് പുതിയ സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവന് വേണ്ടിയിട്ട്, അവന് ഇന്നലെ മിനിഞ്ഞാന്ന് ജോയിൻ ആയിട്ടുള്ളൂ. അപ്പൊ അവന് വേണ്ടിയിട്ട് ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോന്റെ ആദ്യം ഒന്ന് കേൾക്കാട്ടോ. എന്നിട്ട് ഇതിൽ പറയുന്നത് പോലെ വർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. ഇപ്പോ ഞാൻ ചോദിക്കുന്ന ഐറിൻ, ഇത് നിങ്ങൾ പഠിച്ചതല്ലേ, എഴുതിയതല്ലേ കഴിഞ്ഞ വീക്ക്? ഓക്കെ. അപ്പൊ ഇന്ന് നിങ്ങൾ ഇത് എഴുതിക്കോളെ. പക്ഷെ ഞാൻ എഴുതിയില്ല. ഈ എഴുതുക.
അന്ന് എഴുതിക്കോ. 2-3 ദാ ഇത് ഞാൻ 12 എഴുതി 13 എഴുതി. ഞാൻ 12 എഴുതിയില്ല 13 എഴുതി. 13 വരെ എഴുതി. ഓക്കെ 13 എഴുതിയോ? ഓക്കെ എന്നാ ഇത് എഴുതിക്കോ. 12-ലുള്ളതാ ഇത്. ഇവിടെ ഈ ലൈനില് പിന്നെ ഈ ലൈനില് പിന്നെ ഈ ലൈൻ അങ്ങനെ എഴുതിയാൽ മതി. അങ്ങനെ ഒരു 3 ലൈൻ എഴുതിയാൽ മതി കേട്ടോ. ബാക്കി വർക്കായിട്ട് എഴുതിയാൽ മതി. അപ്പൊ മുഹമ്മദ് മിസ്ബാഹ് മുമ്പത്തെ ക്ലാസ് ഒന്നും കേട്ടൂല്ലേ? അത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാൻ ആർക്കൊക്കെ മുമ്പത്തെ ക്ലാസ് അയച്ചു കൊടുത്തിരുന്നു. ശരിയാവത്തില്ല. അത് ഞാൻ എഴുതി തരാം. ഏതപ്പം നിങ്ങൾ എഴുതുന്നേ? ബാ എഴുതുന്നത് മിസ്ബാഹ് അല്ലേ? മിസ്ബാഹ് ബാ എവിടെ? ഓക്കെ. ബാ എഴുതുന്നവരാണെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതാം കേട്ടോ. ഈ ലൈനിലാണ് എഴുതേണ്ടത്. പറഞ്ഞെഴുതണം കേട്ടോ, പറഞ്ഞെഴുതണം. ബ എഴുതി കഴിഞ്ഞ ടീച്ചർ. ബി ഓ. പിന്നെ അടുത്ത ലൈൻ ഇതാണ്. ബ ബി ഓ. പിന്നെ അടുത്ത ലൈൻ ഇത്. ബ ഞാൻ എഴുതിയാലും എൻ്റെ സ്ക്രീനിൽ എഴുതിയത് അവിടെ നിൽക്കും. അതാണ് പ്രശ്നം. ഓക്കെ. ഇനി ഇത് കണ്ടില്ലേ? മിസ്ബാഹ് കണ്ടില്ലേ? മൈക്ക് ഓൺ ചെയ്ത് വെച്ചോ? എന്തിനാ ഓഫ് ചെയ്യണേ? അതേപോലെ ക്യാമറ ഓൺ ചെയ്തോ, ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടണമെങ്കിൽ. ഓക്കെ. താ എഴുതുന്നുണ്ട് ആരെങ്കിലും? വെരി ഗുഡ്. ഐറിൻ എല്ലാതും എഴുതി കഴിഞ്ഞു അല്ലേ? ആദം എഴുതുന്നുണ്ടെങ്കിലും ആദമിന് മൂടില്ലെങ്കിൽ എഴുതണ്ട. വേണമെങ്കിൽ എഴുതി നോക്ക്. ഇവര് എഴുതുന്ന കഴിഞ്ഞു. മാഷാ അല്ലാ മാഷാ അല്ലാ, മബ്രൂക്ക്. ഫോട്ടോ എടുത്ത് അയച്ചു വേണ്ട കേട്ടോ. കൊറേ ഒരുമിച്ചിരുന്ന് എഴുതി കുഴങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ എങ്ങനെ എഴുതി? ഒരു ദിവസം ഒരൊറ്റ ഇരിപ്പിന് എഴുതിയതാ അതോ കുറച്ച് പല സമയത്ത് എഴുതിയതാ? പല സമയത്ത് എഴുതി. മാഷാ അല്ലാ മാഷാ അല്ലാ, മബ്രൂക്ക്. ഇത് എഴുതുന്നവര് ഇത് എഴുതത്താ തീ തു. അടുത്തത് ഈ ലൈനാണ്. താ ഹസൻ ഇനി ഒരു ചെയറിൽ ഇരുത്തണം കേട്ടോ. ഹസന്റെ ഉമ്മച്ചിയുടെ ഹസൻ ഒരു ടേബിളും ചെയറും വേണേ, അല്ലെങ്കിൽ ഉറക്കം വരും. കേട്ടില്ല.
മാം ജസ്റ്റ് ഒന്ന് കളത്തിനെ ഒന്ന് പോട്ടെ. ഓക്കെ. ഹസന്റെ ഉമ്മയാണ്. ഹസൻ ലിസൺ ചെയ്യുന്നില്ലേ ക്ലാസ്സില്? അതന്നെ ഹസന് അതല്ല, ചെയറിൽ ഇരുത്തണേ. ഇപ്പൊ അവൻ സോഫയിലായിരിക്കണേ. ഇപ്പൊ അവൻ സോഫയിൽ, അവൻ ചെയർ ഉണ്ടായിരുന്നു, അവൻ കംഫർട്ടബിൾ എന്ന് പറഞ്ഞിട്ട് സോഫയിൽ അത് കയറിയിരുന്നു. പ്രശ്നം എന്താണെന്നറിയോ, അവന് ഉറക്കം വരികയാണ്, അവനിടക്ക് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ അവനൊരു ടേബിളും ഒരു ചെയറും ഇരുത്തിയാൽ മതി. അതിലാകുമ്പോ അവന് ഓൺലൈനിൽ ഇരിക്കാൻ കുറച്ച് മടിയാ മിസ്സേ. അപ്പൊ അവനെ ഒന്ന് വിളിക്കണേ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കണം അവനെ. അല്ല, വിളിക്കുന്നുണ്ട്. ചിലപ്പോ ഞാൻ അവന്റെ കാല് മാത്രമേ കാണുന്നുള്ളൂ. അതാണ് അവിടെ ഇരുന്നുള്ള കുഴപ്പം. അപ്പൊ ചെയറിൽ ഇരിക്ക്. നോക്ക്, ഐസിനൊക്കെ ഇരിക്കുന്ന നോക്ക്. ആദം അതുപോലെ ഇരിക്കും. ജസ്റ്റ് എമർജൻസീസിന് ഞാൻ പോകണുള്ളൂ. ഓക്കെ. അനക്ക് എന്തെന്നൊരു ഉഷാറില്ലാത്ത? ക്ലാസ്സിലിരിക്കുമ്പോ മാത്രമേ ഉള്ളല്ലോ അസ്മൻ ഉറക്കം. പറഞ്ഞെഴുതണേ. ഇപ്പൊ ഞാൻ എഴുതുന്നത് സ്ക്രീനിൽ കാണുന്നില്ലേ? സ സി സു. പറയാണ്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. സ സി സു. മിസ്ബാഹ് സ എന്നുള്ള ഇത് കേട്ടിട്ടുണ്ടോ ഖുർആനില്? സഖുലത് മവാസീനുഹു കേട്ടിട്ടുണ്ടോ? മിസ്ബാഹ് പോരാ. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു, അത് കേട്ടിട്ടില്ലേ? സഖുലത് ഇല്ല. ഓക്കെ. فأما من ثقلت موازينه فهو في عيشة راضية. അപ്പൊ സഖുലത് അതിന്റെ ആദ്യത്തെ അക്ഷരാണ് സ. ഇത് ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ എഴുതണ കാണുന്നില്ല. എനിക്ക് സ്ക്രീന് കാണുന്നില്ലേ? സ്ക്രീന് കാണുന്നില്ല. ബ്ലൈൻഡ് ആണോ ആളാ? കേൾക്കുന്നില്ലല്ലോ. ഞാൻ എഴുതുന്നത് കാണുന്നില്ല. ഹസൻ, ഈ സ്ക്രീനിൽ ഹസനക്ക് കണ്ണില്ല അതിന്. അപ്പൊ എന്താണ് കാണാൻ പറ്റാത്ത? ഐസിന് കാണുന്നുണ്ടോ? കണ്ണൊക്കെ അവിടെ കാണുന്നുണ്ട്. അത് നോക്കാഞ്ഞിട്ടാണോ? എനിക്ക് അതെന്താ അറിയോ, നിങ്ങള് കാണുന്നതല്ല. ഞാൻ ഈ റൈറ്റിംഗ് പാഡ് ഉണ്ട്, മറ്റേ നിങ്ങളുടെ പുസ്തകം ഉണ്ട്, മീറ്റിംഗ്, അങ്ങനെ മൂന്നും കൂടി ആവുന്നുണ്ട്. നിങ്ങൾ കാണുന്നതല്ല എനിക്ക് കാണാൻ. അപ്പൊ അതാ ചോദിച്ചേ, ഈ സ്ക്രീനിൽ ഞാൻ എഴുതുന്നത് കാണുന്നില്ലേ മിസ്ബാഹ്? അതെ മാം, കാണുന്നുണ്ട്. ഓക്കെ. അത് എഴുതിക്കോ. ഞാൻ ഓൾറെഡി എഴുതി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഞാൻ അതിന്റെ മറ്റേ പേജ് ഞാൻ ചെയ്യുക. അത് ചെയ്യല്ലേ, ഒരുമിച്ച് പോവാ. എന്നിട്ട് എന്താ എനിക്ക് അയച്ചു തരാതിരുന്നേ? ഞാൻ പുതിയൊരു സ്റ്റുഡന്റ്, ഞാൻ ഈ ക്ലാസ് സ്റ്റുഡന്റ് ഒന്നല്ല, ഈ തുടക്കം മുതലുണ്ട്. ഞാൻ ലിങ്ക് ഒക്കെ അയച്ചു തരുന്നു. ഈ എവിടെ വിരുന്ന് പോയതാ തോന്നുന്നുണ്ട്. ഗ്രൂപ്പിലെ ഫസ്റ്റ് ഡേ ഉണ്ടല്ലോ, അപ്പൊ ഗ്രൂപ്പിലെ മെസ്സേജസ് ഒക്കെ കേൾക്കണ്ടേ? അപ്പൊ എന്താ, കഴിഞ്ഞോ? ഇനി മതി. ഇനി നമുക്ക് അടുത്ത പോവാ. ഞാനൊന്ന് വായിപ്പിക്കാം. അതെല്ലാരും ഉഷാറായിട്ട് വായിക്കട്ടെ. എല്ലാരും മൈക്ക് ഓൺ ചെയ്യ്. ഓക്കെ. എത്രയായി സമയം? 2:18. ഓക്കെ. ഇപ്പൊ നോക്കിയ സ്ക്രീനിൽ നോക്കിയ ഇതൊന്ന് വായിച്ചേ എല്ലാരും. ഇതെന്താ? ബ. എന്താ വായിച്ചേ? ബ. ഓക്കെ. ഇതോ? ഇതെന്താ? സ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും വായിക്ക്. സ സ സ. ഇത് കാണുന്നില്ല ഞാൻ, എൻ്റെ ഇത് പോകുന്നത്. ഇതാ, ഇതെന്താ? വെരി ഗുഡ്. ഓക്കെ. ബ
ത സ ന ഇന്ന് പഠിച്ച അക്ഷരങ്ങളെല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ ഇതോ ആ ബി ആ ബു വെരി ഗുഡ്. ദോ ഓക്കെ വെരി ഗുഡ്. ആ ഇതോ ആ ഉം ഉം ഓക്കെ വെരി ഗുഡ്. മാഷാഅല്ലാ ബറക്കല്ലാ. ഇതെങ്ങനെ മനസ്സിലായി? ഇതിന്റെ മുകളിൽ ഡോട്ട് വന്നപ്പോ ഞാ ആണ് മനസ്സിലായി. ഇതിന്റെ മുകളിൽ 3 ഡോട്ട് വന്നപ്പോ അത് സ ആണെന്ന് മനസ്സിലായി. ഇതിന്റെ അടിയിലായപ്പോ ബ ആണ്, മുകളിൽ 2 ഡോട്ട് ത. അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത്? അപ്പൊ എവിടെ കണ്ടാലും അത് മനസ്സിൽ നിന്നോളും. ഓക്കെ. ഇനി ഹസൻ വായിച്ചേ. എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല ഇപ്പോഴോ? മാം അത് പറഞ്ഞാലാണ് ഡിസൈനിങ്. കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ ഐറിൻ വായിച്ചല്ലോ. ഐസിന് കാണുന്നുണ്ടോ? അയ്യോ ഉറങ്ങാൻ പോവാ പതുപ്പൊക്കെ. ഉറങ്ങാൻ പോവല്ല. ഈ നോർത്ത് പോളാണ്. ഒന്ന് ഈസി പൊട്ടിയിട്ട് 61 ലോ ആവില്ല. അത് ഓഫ് ചെയ്താളാ. പക്ഷെ അത് ഓഫ് ചെയ്താല് അതല്ല ചൂടെടുക്കും. സാരല്ല, കുറച്ച് സമയമൊക്കെ ചൂടെടുത്താലും. ഇത് വായിച്ചേ. ഞാൻ മാമിലല്ലേ, പിന്നെ ഞാന് ഇവിടെ സൗദിയിലാ. രാത്രി ആവാറായി. അതല്ല ഭയങ്കര വായിക്ക് ഐറിൻ. ഇത് വായിക്ക് ഐറിൻ അല്ല ഐസിൻ. ഇത് വായിക്ക്. ഇതോ അതോ അത് ബ ബി ബു ബെ തീ. അടിയിൽ വരട്ടെ തീ അല്ലേ, മുകളില് ഈ ചിഹ്നം ഇട്ടാലല്ലേ തൂ വായിക്ക. ഓക്കെ. ഇതോ സു. അല്ല ഇത് ഹ. ഈ എന്നെയും കൂടി തെറ്റിക്കല്ലേ. ഹ അതല്ല എന്തോ പ്രോബ്ലം ഉണ്ട്. ഓക്കെ. ഇത് സു. ഇത് ന നീ നു. എനിക്കറിയാം. അതം വായിക്കോ? അതം ഇനിമുണ്ടല്ലേ. സൈൻ എവിടെ പോയി? അതം വായിക്കോ? അതം വായിക്കണില്ല. ഓക്കെ. സൈൻ വായിച്ചേതെന്ന് വായിച്ചേ. ഈ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെയാണല്ലോ. ഈ ഐസിനല്ല, ഞാൻ സൈനോടാ പറയണേ. സൈൻ ഇതാ അവിടെ ഇരിക്കണം. സൈൻ വായിച്ചേ. ഇത് ഓണാക്ക്. ഓക്കെ. ഇത് ഓണ. പറയാം. ബ സ്ക്രീൻ കാണുന്നില്ല. ഒത്തിരി വലുതായിട്ട് കാണുന്നില്ല. ഇതെന്താ? ബ ഓക്കെ വെരി ഗുഡ്. ഒന്നും കൊണ്ട് നടക്കും. സൗണ്ട് കുറക്കാൻ പറയാം. ആരാണ് അവിടെ? ഇത് വായിച്ചേ. സൈൻ അവിടെ ആരും ശബ്ദം ഉണ്ടാക്കണേ? സൗണ്ട് കുറക്കാൻ പറയാം.
പല പറയാ ഈ വായിക്കൂട്ടാ. സെയിൻ, മുഹമ്മദ് സെയിൻ. ആ വായിക്ക്. നമ്മുടെ സംസാരമൊക്കെ കഴിഞ്ഞ് വാട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് പഠിക്കല്ലേ. നമുക്കിത് ഒരുമിച്ച് ഒന്ന് എഴുതി നോക്കല്ലേ. ഞാൻ ഇന്നൊരിത് എഴുതി തരട്ടെ. അപ്പൊ ഇത് എന്താ നിങ്ങൾ വായിക്കണം കേട്ടോ. ഇതുവരെ നമ്മൾ ഓരോ അക്ഷരം പഠിച്ചില്ലേ. ഞാൻ ഇനി അതൊന്ന് ഒരുമിച്ച് എഴുതി തരട്ടെ. ഓക്കെ, നമ്മളെ 3 തോണി ഒരുമിച്ച് വരക്കും. ഓക്കെ ഓക്കെ. മൂന്നാമത്തത് ഇത്തിരി വലുതായിക്കോട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യത്തേതിൽ നമ്മൾ മുകളിൽ ഒരു ഡോട്ട് ഇട്ടു, അതിന്റെ മുകളിൽ ഒരു വര വരച്ചു. ഇതെന്താ വായിക്കുക? ന അല്ലേ ഐറീൻ? ഇത് ന. ഇത് അടിയിലൊരു ഡോട്ട് ഇട്ടു, മുകളിൽ വര വരച്ചപ്പോ എന്താ വായിച്ചേ? ബ. ഓക്കെ. ഇനി ലാസ്റ്റത്തേല് മുകളിൽ 2 ഡോട്ടും അതിന്റെ മുകളിൽ ഒരു വരയും. ഇപ്പൊ എന്തായി? നബത. നബത. നബത എന്ന് പറഞ്ഞാല് അറബിയിലൊരു വേർഡാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മുളച്ചു. മുളക്കുക എന്ന് പറയില്ലേ, നമ്മൾ വിത്തുകളൊക്കെ മുളച്ചു വരില്ല, അതിനാണ് പറയാ നബത. അപ്പൊ നമ്മൾ ഒരുമിച്ച് എഴുതാൻ പഠിച്ചു കേട്ടോ. എളുപ്പല്ലേ? നമ്മൾ 3 തോണി വരച്ചു. ഓയ്, പിന്നെ എനിക്ക് വേറെ വന്ന വേർഡ് അറിയാ, അതാണ് ലുബിദ. നുബിതല്ല. ആ, ആദ്യം ഇത് പഠിക്കുക, എന്നിട്ട് അടുത്ത പഠിക്കാട്ടോ. നുബിതല്ല. എനിക്കറിയാം. ഇതെന്താണ്? നബത്ത. ലുബിദ അതെങ്ങനെ എഴുതി നബത്ത. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മള് ന പഠിച്ചു, ബ പഠിച്ചു, ത പഠിച്ചു. അത് ഒരുമിച്ച് എഴുതിയപ്പോ നബത. ഓക്കെ, ന ബ ത. മൂന്നാമത്തെ എഴുതുമ്പോ ഇത്തിരി വലുതാക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എഴുതുമ്പോ ഒറ്റക്ക് എഴുതുമ്പോ കുറച്ച് ഇങ്ങനെയാണെങ്കിലും ഒരുമിച്ച് എഴുതുമ്പോ ഇതുപോലെ തന്നെ ഒരേപോലെ എഴുതണം കേട്ടോ. ഒറ്റക്ക് എഴുതുമ്പോ മാത്രമുള്ള വ്യത്യാസം. അപ്പൊ എന്താണ്? നബത. ഇത് പഠിക്കാൻ പണിയൊന്നുമില്ലല്ലോ. അതും ചെയ്തോളും. ഓക്കെ, അത് നാളെ ഉഷാറാവും. ഇനി ഞാൻ വേറൊന്ന് സംഭവം എഴുതട്ടെ. ഇതേപോലെ 3 തോണി വരച്ചു. ലാസ്റ്റത്തെ ഇത്തിരി വലുതട്ടെ. ആദ്യത്തെ ഇതിൽ ഞാൻ ഇങ്ങനെ എഴുതി. അപ്പൊ എന്താ വായിക്ക? ഉകാരം ഇട്ടിട്ട് എഴുതി. അപ്പൊ എന്താ വായിക്ക? നു. നു. ഇതോ? നുബി ത. ഇതാണ് നുബിത. നുബിത അല്ല, നുബിത. എന്താണ്? പക്ഷേ താഴല്ലോ ആ ലൈന്. എന്തേ? നു ബി ത. ഓക്കെ, നുബിത. വെരി ഗുഡ്. അങ്ങനെ പറഞ്ഞു പഠിക്കണം കേട്ടോ. നു ബി ത, നുബിത. ഓക്കെ, എനിക്ക് മനസ്സിലായത്. നബത, നുബിത. നബത പഠിച്ചു, നുബിത പഠിച്ചു അല്ലേ. ഇതുണ്ടോ? ഇതെന്താണ്? നബത. പറഞ്ഞേ. നബത. ഇതെന്താണ്? നുബിത. ഓക്കെ, നുബിത. ഓക്കെ, നബത, നുബിത. ഇനി അത് മാത്രം ഒന്ന് എഴുതി തരട്ടെ. എങ്ങനെ എഴുതിയെന്ന് പഠിഞ്ഞില്ലേ? നമ്മൾ ആദ്യം വരച്ച തോണി ഒരു 3 എണ്ണം വരച്ചു. അതിന്റെ ലാസ്റ്റ് ഇത്തിരി വലുതാക്കി വരച്ചു കേട്ടോ. എന്നിട്ട് ആദ്യത്തേതില് ന വരച്ചു, രണ്ടാമത്തേതില് ബ, മൂന്നാമത്തേതില് ത. അപ്പൊ ഒരുമിച്ച് വായിച്ചപ്പോ നബത. രണ്ടാമത് നമ്മള് ന ബ ത അല്ല, നുബിത. നുബിത. ഓക്കെ, ഇത് എളുപ്പമല്ലേ? കാരണം നമ്മൾ നു പഠിച്ചു, ആ നു എടുത്തു. ബ ബി ബു പഠിച്ചു, അതില് ബി എടുത്തു. ത തീത്തു, അതില് ത എടുത്തു അല്ലേ. അപ്പൊ നുബിത. ഓക്കെ, അപ്പൊ ഒന്ന് നബത്തെ നുബിത്തയും പഠിച്ചു. അത് നമ്മള് എഴുതണം കേട്ടാ. നാളെ എഴുതണം കേട്ടോ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ഒന്ന് തോണി വെക്ക,
മുകളിലൊന്ന് ഡോട്ട്, എന്നിട്ട് അതിന്റെ മുകളിൽ ഒന്ന് ലൈൻ വെക്ക. പക്ഷേ ഈ ടോപ്പിലൊന്ന് സർക്കിൾ വെക്ക. എന്നിട്ട് നെക്സ്റ്റ് വേറൊന്ന് ബോട്ട്, എന്നിട്ട് താഴെ ഒന്ന് ഡോട്ട്, താഴെ അതിന്റെ മുകളിൽ ഒന്ന് ലൈന്. അതുപോലെ പറയണം. ഓക്കെ, അപ്പൊ നബത്ത വേറൊന്ന് തോന്നുണ്ടാക്കിയിട്ട് അതിന്റെ ടോപ്പില് 2 ഡോട്ട്സ്, പിന്നെ ഒന്ന് ലൈൻ ഇട്ടോ അതിന്റെ ടോപ്പില്. അപ്പൊ നുബിത. മാഷാഅല്ലാ, മബ്രൂക്ക്. ഓക്കെ, നാളെ എസിന്റെ റിമോട്ട് ശരിയാക്കാൻ പറയണം അമ്മച്ചിനോട് ട്ടാ. പക്ഷെ എല്ലാ ദിവസം അത് ട്രൈ ചെയ്ത് പറ്റണില്ല. അതും വായിക്കോ? മിസ്ബാഹ് വായിച്ചേ. ഇതെന്താ? നബത്ത, നുബിത. മാഷാഅല്ലാ, മബ്രൂക്ക്. ഇനി ഐറിൻ വായിച്ചേ. നബത്ത, നുബിത, മാഷാഅല്ലാ, ബറക്കല്ലാ. ഇനി എന്താണ് ഐസിൻ? ഇതെന്താ? നബത്ത, നുബിത. മാഷാഅല്ലാ, മബ്രൂക്ക്. ആദം വായിക്കോ? ആദമിന് ടീച്ചറെ പോലെ കന്നഡ ഉണ്ടല്ലോ. ആദം പുതിയ സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഒന്നും പരിചയപ്പെടാനും പറ്റിയിട്ടില്ല, അവന്റെ സൗണ്ട് കേട്ടിട്ടില്ല. നുബിത. ഓക്കെ, പോട്ടെ. ഇനി സാവധാനം ഓരോ ക്ലാസ് കേട്ടിട്ട് പഠിച്ചാ മതി കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇന്നിപ്പോ നമ്മള് എന്താണ് പുതുതായിട്ട് പഠിച്ചത്? പുതുതായിട്ട് നമ്മള് പഠിച്ചു അല്ലെ? നീ, നു പഠിച്ചു. പിന്നെന്താണ്? നീ, നു. പണ്ട് എനിക്കൊന്ന് അറബി സ്കൂൾ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറെ ദിവസമായി അത് പഠിക്കാത്തതിന്റെയാണ് നോ റിമെമ്പർ ആയി. അതില്ലാത്ത അപ്പൊ ഞാൻ നീ നു പഠിച്ചു. അതേപോലെ ഈ ഉണ്ടല്ലേ, ഇത് ശ്രദ്ധിക്കുക. സംസാരിക്കല്ലേ കേട്ടോ. എന്താണ് നമ്മളിന്ന് നീ നു പഠിച്ചു. അതേപോലെ ബത്ത പഠിച്ചു അല്ലെ? ബത്ത. പിന്നെ നു ബി ത. ഓക്കെ, ഞാനിത് മൊത്തം എഴുതിയത് കുഴപ്പമുണ്ടോ? മാഷാഅല്ലാ, മാഷാഅല്ലാ, മബ്രൂക്ക്. എഴുതിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ സ്ക്രീനിലോട്ട് വരട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ. മാഷാഅല്ലാ, മാഷാഅല്ലാ, മബ്രൂക്ക്. മാഷാഅല്ലാ, ബറക്കല്ലാഹു ഫീക്ക്. അത് ശരി, അതായിരുന്നു നമുക്ക് പണിയില്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചുണ്ട് കേട്ടോ. ഓക്കെ, ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി. ഓക്കെ, മാഷാഅല്ലാ, മബ്രൂക്ക്. അപ്പൊ ഇനി ഇന്നത്തെ നമുക്ക് നിർത്താം. ഓക്കെ, മതിയില്ലേ? അപ്പൊ ഇൻഷാ അല്ലാ ഇനി നാളെ കാണാം. ഓക്കെ, അൽഹംദുലില്ലാഹി. നാളെ നല്ല കുട്ടികളായിട്ടൊക്കെ എഴുതി വായിച്ചിട്ടൊക്കെ വരിക കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടാറ്റാ. ഓക്കേ.